അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം തന്നെ എണീറ്റുള്ളൂ. ഇപ്പം 6:08 ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരു സ്ഥലമല്ല, കുറേ സ്ഥലം വരെ. മാളിൽ പോകണം, കുറേ അമ്പലത്തിൽ പോകണം. ഞാൻ എണീച്ച് ഇപ്പം തന്നെ എണീറ്റു. നമുക്ക് ഗെറ്റ് റെഡി ഞാനിപ്പോൾ സ്കിൻ കെയർ മാത്രം ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ പാർട്ടി തന്നെ ഇടും മിക്കവാറും, കാരണം ഇപ്പോഴെല്ലാം എടുക്കാം. അപ്പം ഇടും. ഇപ്പോൾ ഞാൻ പല്ലിക്കാൻ പോകണം. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ട് എനിക്കിനിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുളിച്ചെല്ലാം പല്ലിച്ച് മുഖി കഴിഞ്ഞു. എനിക്കെൻ്റെ മുടി വെച്ച് കളഞ്ഞാൽ കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോയി ചീപ്പെടുത്തിട്ട് വരാം. ഞാൻ മിക്കവാറും കുളിച്ചതിന് ശേഷം സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഞാൻ ഇടാം. പിന്നെ ഞാൻ എന്തായാലും പല്ലേച്ച് ഞാൻ ചീപ്പെടുത്തു. അപ്പോൾ നമുക്ക് ഇടാം. നമുക്ക് നമ്മളുടെ ഹെയർ ബ്രഷ് ചെയ്യാം. എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മയുടെ അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരുപാട് സൗണ്ട് ഉണ്ടാകും. കണ്ടോ, ഞാൻ താഴെ കുളിക്കണമെന്നൊക്കെ അറിയില്ല. കാരണം അമ്മ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ കയറില്ലാന്നേ. അപ്പോൾ എനിക്ക് തല കുളിക്കണമെന്നറിയില്ല. കാരണം ഞാൻ ഇന്നലെ രാത്രി ഷാമ്പൂ ഇട്ട് കുളിച്ചതാണ്. എന്നിട്ട് ഞാൻ എണ്ണ തേച്ച്, കാരണം എണ്ണ തേക്കുന്ന ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മുടിയെ ഒരു ഇത്രക്കായി കഴിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് കിട്ടും. അതാണ് ആഗ്രഹം. അതാകെ ഇത്ര ആയിട്ടുള്ളൂ. എൻ്റെ മുടി എല്ലാവരും നോക്കി മുടി കളർ ചെയ്ത് തോന്നി. കാരണം ചില സമയത്ത് എൻ്റെ മുടി എങ്ങനെയാണെന്ന് അറിയാമോ, കളർ ചെയ്തത് റെഡ് കളറാണ്. ഇപ്പം അതൊക്കെ ഒരു ഇത് മാറി. എൻ്റെ മുടി നാച്ചുറൽ കളറാണ്, ബ്രൗണിഷ് ബ്ലാക്ക്. അപ്പോൾ ഞാൻ ഷാമ്പൂ കൂടി ഇട്ടപ്പോൾ എൻ്റെ മുടി കുറച്ചും കൂടി ഒരു ഷാമ്പൂ അല്ല എണ്ണ കൂടി ഞാൻ ഇട്ടിട്ടുള്ള ഷാമ്പൂ ഇതല്ല, ഹെയർ കളർ ചെയ്തല്ല. ഞാൻ എല്ലാവരോടും പറയും ഹെയർ കളർ ചെയ്യും, പക്ഷെ ഞാൻ ഹെയർ കളർ ചെയ്യില്ല. അതാണ് കാര്യം. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്ത് കഴിച്ചു വരാം. അപ്പോൾ ഗൈസ്, അമ്മ പറഞ്ഞു തല കുളിക്കണം എന്ന്. ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ ഞാൻ മുടി എനിക്കിങ്ങനെ മടക്കി കെട്ടാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരാളെ കണ്ടു, ഞാൻ കാണിച്ചതേ. അപ്പം ഇതാ നടക്കുന്ന ജൂലി ഇവിടെ നിൽക്കുന്നുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് കാലിനൊന്നും തീരെ വയ്യ, കാരണം ഞങ്ങളിവിടെ പോയി